കഴിഞ്ഞ ദിവസമാണ് ഓൾ ഇന്ത്യ സർവേ ഓൺ ഹയർ എഡ്യൂക്കേഷൻ പുറത്തു വന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഫൈൻഡിങ്സ് ഈ ഉന്നത വിദ്യാഭ്യാസ സർവേ, ഗവൺമെന്റ് തന്നെ നടത്തിയ സർവേയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ പ്രധാനമായിട്ടും നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പെൺകുട്ടികളുടെ പ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് വളരെ നല്ല ചർച്ചകൾക്ക് ഈ ഒരു റിപ്പോർട്ട് തുടക്കം കുറിക്കുന്നത്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പെൺകുട്ടികളുടെ പ്രാതിനിധ്യം 32% വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് സർവേ പറയുന്നത്. അതിൽ തന്നെ മെഡിസിൻ പ്രവേശനത്തിൽ പെൺകുട്ടികളുടെ അഡ്മിഷൻ രംഗത്ത് വലിയൊരു വർധനവ് തന്നെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്, മെഡിസിൻ അലൈഡ് ആയിട്ടുള്ള കോഴ്സുകളിലും മറ്റും. എന്നാൽ അതേ സമയത്ത് തന്നെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഓഫർ ചെയ്യപ്പെടുന്ന ഒരു ടെക്നോളജി എഞ്ചിനീയറിംഗ് ഏരിയയിൽ മതിയായ വളർച്ച പെൺകുട്ടികളുടേത് ഇല്ല എന്നും ഈ സർവേ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ സർവേയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡിസ്കഷനിലോട്ടാണ് നമ്മൾ കടക്കുന്നത്. എൻ്റെ കൂടെ ഉള്ളത് അവരുടേതായിട്ടുള്ള മേഖലകളിൽ മികവ് തെളിയിച്ചിട്ടുള്ള 3 പ്രതിഭകളാണ്. എൻ്റെ കൂടെയുള്ളത് ഒന്ന് ഡോക്ടർ അമീന മുഹമ്മദ്. ഡോക്ടർ അമീന എൻ്റെ സിസ്റ്റർ കൂടിയാണ്. ജിപ്മറിൽ നിന്ന് മെഡിസിനും PGയും കംപ്ലീറ്റ് ചെയ്തു. മലബാർ മെഡിക്കൽ കോളേജിൽ ഇന്റൻസിവിസ്റ്റ് ആയിട്ട്, സ്പെഷ്യലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അതോടൊപ്പം ഡോക്ടർ സിമി സാലിം IIT മദ്രാസിൽ നിന്ന് ഹ്യൂമാനിറ്റീസിൽ PhD, ഇംഗ്ലീഷിൽ PhD കംപ്ലീറ്റ് ചെയ്തു. ICSSR റിസർച്ച് ഫെല്ലോ ആയിട്ട് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ കൂടെ പ്രവർത്തിക്കുന്നു. ലതീത നസ്രീൻ, ലതീത മാം X&Y ലേണിംഗിന്റെ ചീഫ് എക്സ്പീരിയൻസ് ഓഫീസറാണ്. അതോടൊപ്പം NIT കാലിക്കറ്റിൽ നിന്നും പിന്നീട് IIT മദ്രാസിൽ നിന്നും UGയും PGയും പൂർത്തിയാക്കി. സോ വെൽക്കം ടു ദ ഡിസ്കഷൻ. ഓക്കെ, നമുക്ക് ഡോക്ടർ സിമിയിൽ നിന്ന് തുടങ്ങാം. നമ്മളൊരു ഹയർ എഡ്യൂക്കേഷൻ രംഗത്ത് പെൺകുട്ടികളുടെ ഒരു നമ്പേഴ്സ് വളരെയധികം വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് സർവേയിൽ നിന്ന് വ്യക്തമാണ്. എന്നാൽ ആക്ച്വലി ഇപ്പോഴും അവർക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് മുഴുവനായിട്ട് വിനിയോഗിക്കപ്പെടുന്നുണ്ടോ? ആക്ച്വലി പുറത്ത് നമ്മുടെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും IITയിലൊക്കെ ഒരു പഠിച്ച ഒരാൾ എന്നുള്ള നിലയ്ക്ക് എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇന്ന് ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്? പൊതുവെ ഇപ്പോൾ PhD ലെവലിലേക്ക് വരുമ്പം കുട്ടികളുടെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ എണ്ണം വളരെ കുറവാണ്. അപ്പം എനിക്ക് പ്രധാനമായിട്ട് തോന്നിയത് ഒരു സെൻസിറ്റൈസേഷൻ്റെ ഒരു പ്രശ്നമാണ്. അതായത് ഇപ്പം ഗവൺമെൻറ് അഫർമേറ്റീവ് ആക്ഷൻസിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പോളിസി മേക്കിങ്ങിലൊക്കെ കഴിഞ്ഞൊരു 3-4 വർഷങ്ങളായിട്ട് ഭയങ്കര വെൽക്കമിങ് ആയിട്ടുള്ള ഒരുപാട് ഫണ്ടിങ്ങിൻ്റെ കാര്യത്തിലാണൊക്കെ കൃത്യമായിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ഇത് നമ്മളിപ്പോൾ ഇൻഫിൽട്രേറ്റ് ചെയ്ത് പോകണമെന്ന് പറയുമ്പോൾ താഴത്തെ ലെവലിലേക്ക് അത് എത്തുന്നില്ല. എനിക്കിപ്പം ഞാൻ PhDക്ക് ജോയിൻ ചെയ്തതിന് ശേഷം IIT ഓഫർ ചെയ്യുന്ന ട്രാവൽ ഫണ്ടിങ് ആണ്. അത് ഇന്റർനാഷണൽ ട്രാവൽ, നാഷണൽ ട്രാവൽ, ഇന്റർനാഷണൽ കോൺഫറൻസസിനും നാഷണൽ കോൺഫറൻസിനും ഫുള്ളി ഫണ്ടഡ് ആണ്. ഇത് ഓൾമോസ്റ്റ് ഒരു 1.5 lakhs എല്ലാവർക്കും 2 ഇന്റർനാഷണൽ കോൺഫറൻസിന് പോവാം. നാഷണൽ കോൺഫറൻസ് നമ്മൾ തുടരെ ഒരു 5 വർഷം ഫുള്ളി IIT ഫണ്ട് ചെയ്യും. പക്ഷെ ഇതൊക്കെ കൂടാതെ ഇപ്പം കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് ഇവരുടെ അഫർമേറ്റീവ് പോളിസി, സ്പെസിഫിക്കലി IITസിൻ്റെ അഫർമേറ്റീവ് പോളിസീസിൻ്റെ ഭാഗമായിട്ട് മെറ്റേണിറ്റി ബെനിഫിറ്റ്സ് ഒരുപാട് കൊടുക്കുന്നുണ്ട്. അതായത് കംപ്ലീറ്റ് പ്രഗ്നൻസി കവറേജ്. അപ്പം എത്രത്തോളം നിങ്ങളുടെ ബില്ല് പോവാം. ഇറ്റ്സ് ലൈക്ക് എൻ്റെ കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസി ആയിരുന്നു. അപ്പം ബില്ല് നല്ലോണം ഒരു എക്സ്പോണൻഷ്യലി റൈസ് ചെയ്തു. പക്ഷേ IIT അത് മൊത്തം കവർ ചെയ്തു. അപ്പം നിങ്ങൾ ആലോചിക്കണം, ഞാൻ ഒരു സ്റ്റുഡൻ്റ് ആണ്. ഐ എം നോട്ട് ഇൻ ടു എന്താ പറയുക, പോയിന്റൊക്കെ എത്തിയിട്ടില്ല. ഐ വാസ് സ്റ്റിൽ യങ്. ഒരു 23-24 വയസ്സിലൊക്കെ നമുക്കൊരു 1.5 lakhനടുത്തൊക്കെ നമ്മളൊരു ഫ്യൂച്ചർ പ്രൂഫിങ് IIT കൃത്യമായിട്ട് ചെയ്തിരുന്നു. ആൻഡ് ദാറ്റ് വാസ് കംപ്ലീറ്റ്ലി ന്യൂ ടു മീ. ബിക്കോസ് എനിക്ക് അതിനെക്കുറിച്ച് അവെയർ ആയത് ഞാൻ അവിടെ ജോയിൻ ചെയ്തതിന് ശേഷമാണ്. അപ്പം കുറച്ചുകൂടി ആ ഒരു പ്രഗ്നൻസി പ്ലാനിങ് ഒക്കെ വൃത്തിക്ക് നടന്നിരുന്നു. മെറ്റേണിറ്റി ലീവാണ് മറ്റൊരു കാര്യം. ഒരു കേക്ക് വാക്ക് പോലെയായിരുന്നു IITയിൽ നമുക്ക് ആ ഒരു ക്ലിയർഡ് ആയിട്ട് കിട്ടുക എന്നുള്ളത്. ഫുള്ളി പെയ്ഡ് ആണ്. അത് ഞാൻ പറഞ്ഞ കോർപ്പറേറ്റിന്റെ അതേ സാധനം നമ്മൾ റെസിപ്രോക്കേറ്റ് ചെയ്യാണ്. അതെ, ഗവൺമെന്റ് എൻ്റെ വൈഫ് മെഡിക്കൽ കോളേജിൽ PG ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവൾ മെറ്റേണിറ്റിയുടെ സമയത്ത് 6 months അവൾക്ക് പെയ്ഡ് ആയിട്ടുള്ള ലീവ് അവൾക്ക് കിട്ടി. അത് അവരുടെ ഒരു പോളിസീസിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ എല്ലായിടത്തും ഗവൺമെന്റ് ഈവൻ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിൽ ഒരു സ്റ്റൈപ്പൻഡ് നൽകുന്ന കുട്ടികൾക്ക് പോലും, അതായത് ഈ പറഞ്ഞ പോലെ ഹയർഡ് അല്ല എന്നിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരം പോളിസീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ബിയോണ്ട് മെറ്റേണിറ്റി അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ വേറെ എന്തെല്ലാമാണ് റീസെർച്ച്? അതും അവർ എനിക്കൊന്ന് വിമൻ ഇൻ സ്റ്റെം ഉള്ള രീതിയിൽ സയൻസ് റീസെർച്ച് അത് മാത്രമല്ല, ഹ്യൂമാനിറ്റീസ് റീസെർച്ചിൽ എൻറോൾഡ് ആകുന്ന സ്ത്രീകൾ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് അലുമിനി എല്ലാ വർഷവും വിമൻ റീസെർച്ചേഴ്സ് അവാർഡ് എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം വലിയൊരു ബൾക്ക് എമൗണ്ട്
സ്ത്രീകളുടെ റീസെർച്ച് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഫണ്ടിങ് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്യാമ്പസ് വളരെയധികം എനിക്ക് തോന്നുന്നു ഒരു ഓൾ ത്രൂ ദ 5 years കുറച്ചുകൂടി സെൻസിറ്റൈസ്ഡ് ആയിട്ടുണ്ട്. അതായത് കുട്ടികളെ കുറച്ചുകൂടി നമുക്ക് റീസെർച്ച് ലാബിലേക്ക് കൊണ്ടുവരാം. ആൻഡ് ടീച്ചേഴ്സ് വർ ഓൾസോ വെരി വെൽക്കമിങ്. ഇപ്പം ഞാൻ വർക്ക് ചെയ്തത് ഐ വാസ് വർക്കിംഗ് വിത്ത് ഡോക്ടർ അഭിഷേക് പല്ലവി ആൻഡ് ഹി വാസ് ലൈക്ക് കൊണ്ടുവന്നു, അതിനിപ്പോൾ എന്താ കുഴപ്പം. അപ്പോൾ വളരെ ചെറിയ പ്രായം തൊട്ടേ ഞാൻ കണ്ടു വന്നത് IITs കുട്ടികളെ കൊണ്ട് ലാബിൽ വരുന്നു. ആൻഡ് ആൾക്കാർ കുറച്ചുകൂടി അതൊരു പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് റീസെർച്ച് ചെയ്യുന്ന ഞാൻ ആരെയും കേൾക്കില്ല കാണില്ല എന്നുള്ളതിനപ്പുറത്തേക്ക് വൺസ് ദ കിഡ്സ് കംസ് ഇൻ ടു ദ റീസെർച്ച് റൂം അല്ലെങ്കിൽ ക്ലാസ് റൂം, അവിടുത്തെ ഒരു ഡൈനമിക് ഷിഫ്റ്റ് ഒക്കെ അത് നമുക്കുണ്ടാകുന്ന ഒരു നോളജ് സിസ്റ്റം ഒക്കെ മൊത്തത്തിലൊരു ഇൻക്ലൂസീവ് ആകുന്ന ആ ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് ഷിഫ്റ്റ് ഇൻ ടേംസ് ഓഫ് ഫണ്ടിങ്, ഇൻ ടേംസ് ഓഫ് റീസെർച്ച് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, വിൽ കം ബാക്ക് ടു അനദർ ഇൻട്രസ്റ്റിംഗ് ഏരിയ, മെഡിസിൻ. ഇപ്പോൾ മെഡിസിൻ എന്നുള്ളത് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കൂടുമ്പോൾ അതിനേക്കാളും ഗ്രോത്ത് ആണ് ആക്ച്വലി മെഡിസിൻ സെക്ടറിലോട്ട് പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. നമ്മളിപ്പോൾ ഒരു നീറ്റ് ആസ്പിറൻസിനൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലും ഗേൾസ് ആണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വളരെ ഒബ്വിയസ് ആയിട്ടുള്ളൊരു ഫാക്റ്റാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ഏത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് പോകുകയാണെന്നുണ്ടെങ്കിലും ദ മെജോറിറ്റി ഓഫ് ദ സ്റ്റുഡൻസ് ഗെറ്റിംഗ് അഡ്മിറ്റഡ് ആർ ഗേൾസ്. ഓക്കെ, ഇതിൻ്റെ ഒരു പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് രണ്ട് സൈഡ് നമ്മൾ ചിന്തിക്കണം. ഒന്ന്, ഒരു ഓവർ ഹൈപ്ഡ് ആയിട്ട് മാറുന്നുണ്ടോ എന്നുള്ളതും, രണ്ട്, ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ബെനിഫിഷ്യലാണ് ഇത്തരം ഒരു പ്രൊഫഷൻ എന്നുള്ളതും. എന്താണ് അമീനൊക്കെ പറയാൻ? ഒന്നാമത് മെഡിസിൻ ഗേൾസ് എടുക്കാൻ കാരണം മെയിനായിട്ട് ഈ ഓവർ ഹൈപ്പിൻ്റെ ഭാഗമായിട്ടാണ്. അത് കോച്ചിങ് സെൻറ്റേഴ്സ് മുതൽ പിന്നെ നമ്മുടെ പേരൻസും എല്ലാവരും പേരൻസിന് എപ്പോഴും ഒരാൾ ഡോക്ടറാക്കുക, ഗേൾസിനെ ഡോക്ടറാക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നിലനിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് അതാണ് ആൾക്കാർ അട്രാക്ഷനായിട്ട് കുട്ടികൾ എടുക്കുന്നത്. കാര്യമായിട്ട് വളരെ കൃത്യമായിട്ട് ഇതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ട് ഡോക്ടറാവുന്ന ആൾക്കാർ ആക്ച്വലി ഭയങ്കര കുറവാണ്. പിന്നെ ഉള്ളത് ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട് ജോബിന്. എന്ത് പറഞ്ഞാലും നമ്മൾ ഇപ്പോൾ റിസർച്ചിന് പോകുന്ന ഒരാളാണെങ്കിലും അവിടെ പോയി ചെയ്യണമല്ലോ. ഇപ്പോൾ പാരൻ്റ് ആയി കഴിഞ്ഞാലും അവിടെ പോയി ചെയ്യണം എന്നുള്ള, നമുക്ക് MBBS മെഡിസിൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഒരു MD കഴിഞ്ഞു, അങ്ങനെ ആകുമ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും ജോലി കിട്ടുന്ന ഒരു സിനാരിയോ ഇന്നത്തെ സാഹചര്യത്തിലുണ്ട്. അപ്പോൾ നമുക്ക് പുറത്ത് പോകണമെങ്കിൽ പുറത്ത് പോവാം, വീടിൻ്റെ അടുത്ത് വർക്ക് ചെയ്യണമെങ്കിൽ വർക്ക് ചെയ്യാം, ഒരുപാട് സ്പെഷ്യാലിറ്റികൾക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു ഇതുമുണ്ട്. അപ്പോൾ ആ ഒരു ഫ്ലെക്സിബിലിറ്റി വിത്ത് സെയിം സാലറി ആൻഡ് സെയിം അത് ആക്ച്വലി ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അതുതന്നെയാണ് പേരൻസ് മെയിനായിട്ട് കാണുന്ന ഒരു ഘടകവും. കാരണം എല്ലാവരും പറയും നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് ക്ലിനിക്ക് ഇട്ട് നിന്നാൽ തന്നെ നിനക്ക് സുഖമാണല്ലോ, കുട്ടികളെ നോക്കാമല്ലോ എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് ഒന്ന്, പക്ഷെ അതെല്ലാ സ്പെഷ്യാലിറ്റിക്കും പോസിബിൾ അല്ല. എൻ്റെയൊക്കെ ഒരു ഹോസ്പിറ്റൽ സ്പെഷ്യാലിറ്റിയാണ്, അങ്ങനത്തെ സ്പെഷ്യാലിറ്റിയിൽ അത് പോസിബിൾ ആയിക്കൊള്ളണമെന്നില്ല. അതാണ് ഒന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയാൻ അതാണുള്ളത്. പിന്നെ നിങ്ങൾ പറഞ്ഞ ഈ മെറ്റേണിറ്റി ബെനിഫിറ്റ്സും അങ്ങനത്തെ കാര്യങ്ങളൊന്നും മെഡിസിനിൽ അങ്ങനെ അൺലെസ് യു ആർ എ സ്റ്റുഡൻറ്റ് യൂഷ്വലി അങ്ങനെ കിട്ടാൻ സാധ്യത ഭയങ്കര കുറവാണ്. പീപ്പിൾ വർക്ക് ഇൻ കോർപ്പറേറ്റ് സെറ്റപ്പിൽ അങ്ങനെ ഒരു ഇത് കിട്ടാനൊക്കെയുള്ള ചാൻസ് കുറവാണ്. പിന്നെ രണ്ടാമത്തെ ആൾക്കാർക്ക് ഈ റെസ്പെക്റ്റ് കിട്ടുന്നു, അതേപോലെ തന്നെ ഒരു നോബിൾ പ്രൊഫഷനാണെന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ഉണ്ട്. ബാക്കിയുള്ള നിങ്ങൾ PhD ചെയ്യുമ്പോൾ ഒരു 6-7 കൊല്ലം കഴിഞ്ഞിട്ട് അത് പബ്ലിഷ് ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നത്. നമ്മൾ വെറുതെ ഷുഗർ കുറഞ്ഞൊരു 25D കൊടുത്താൽ നമുക്ക് അന്ന് സന്തോഷമായി. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ അത് മാറും കേട്ടോ. കാരണം എനിക്കൊക്കെ പണ്ട് ഹൈപ്പോഗ്ലൈസിമിയ ട്രീറ്റ് ചെയ്താൽ സന്തോഷം കിട്ടുമായിരുന്നു, അപ്പോൾ അതിനൊന്നും എനിക്ക് സന്തോഷം വരലില്ല. അപ്പോൾ അങ്ങനെ ഉണ്ട്, ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷനാണ് ആൾക്കാർ നോക്കുന്നത്. അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ടാണ് കൂടുതലും കുട്ടികൾ ഇതിലേക്ക് വരുന്നത്. പിന്നെ കുറച്ചുകൂടെ ഒരു സോഷ്യൽ ഇതുണ്ട് ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം. ഡോക്ടറായി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു റെസ്പെക്റ്റ് കൂടുതലുണ്ട് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. പിന്നെ ഡോക്ടേഴ്സ് അധികം ഇങ്ങനെ വീട്ടിലെ കാര്യങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഞാനൊക്കെ അത് വളരെ ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്ത ആളാണ് ശരിക്കും പറഞ്ഞാൽ. എന്തെങ്കിലും അടുക്കളയിലൊന്ന് കയറാണ്ട് ആ ഒരു ഇതുണ്ട്, ആ ഒരു ഫാക്ടർ ഉണ്ട്. പേരൻസോ അല്ലെങ്കിൽ ഇൻലോസോ ഒന്നും അങ്ങനെ അധികം എക്സ്പെക്ട് ചെയ്യൂല. നമ്മളെപ്പോഴും ബിസി ആയിരിക്കും എന്നുള്ളൊരു കോൺസെപ്റ്റിൽ ഇങ്ങനെ ജീവിക്കും. അപ്പോൾ ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് മിക്കവാറും ഗേൾസ് ആ റെസ്പെക്റ്റ് കിട്ടുന്നുണ്ട്. കൂടുതലും ഗേൾസിന് കൂടുതലും റെസ്പെക്റ്റ് ഈ പ്രൊഫഷനിൽ ബാക്കി പ്രൊഫഷൻസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ആൾക്കാരത് ചൂസ് ചെയ്യുന്നത്. ഓവർ ഹൈപ്ഡ് പറയാൻ എന്താണ് കാരണം? ഓവർ ഹൈപ്ഡ് എന്ന് പറഞ്ഞാൽ അതിപ്പോൾ പല ടേംസിലായിട്ട് പറയേണ്ടി വരും. ഒന്ന് മേ ബി വർക്ക് ലൈഫ് ബാലൻസ്. അത് ആക്ച്വലി ഇപ്പോൾ സ്പീക്കിംഗ് ചിലപ്പോൾ എഞ്ചിനീയറിങ്ങിലെ മിക്കവാറും ഇതിനേക്കാളും കുറവായിരിക്കും. ഫിനാൻഷ്യൽ അതും ഏർലി സ്റ്റേജസിൽ കുറവായിരിക്കും.
അപ്പം നമുക്ക് ഏകദേശം സെയിം തന്നെയാണല്ലോ. ഇപ്പോൾ എഞ്ചിനീയറിംഗ് ആണെങ്കിലും നല്ലൊരു കോളേജിൽ നിന്ന് എടുത്ത് നമ്മൾ നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ മെഡിസിന് മാത്രമായിട്ട് നമ്മൾ ഇത്രയും ഒരു ഹൈപ്പ് കൊടുക്കേണ്ട ആവശ്യം ആക്ച്വലി ഇല്ല. പിന്നെയുള്ള ഈ ഡിഫറൻസ് ഉണ്ടാക്കുന്ന കാര്യം ഇതാണ്, ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ. നമ്മളൊരു ദിവസം തന്നെ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. ആ ഒരു വ്യത്യാസം മാത്രമാണ് ആകെ ഉള്ളത്. അപ്പോൾ അല്ല, ഓവർ ഹൈപ്ഡ് എന്ന് പിന്നെ ഞാൻ മെയിനായിട്ട് പറയാൻ കാരണം, ഇപ്പോൾ പേരൻസിനോട് ചോദിച്ചാലും എപ്പോഴും ഡോക്ടറാക്കുക എന്നുള്ളൊരു ഇതാണ് എല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ളത്. അതാണ് ഞാൻ ഓവർ ഹൈപ്പ് എന്ന് ഉദ്ദേശിച്ചത്. പിന്നെ കോച്ചിങ് സെൻറ്റേഴ്സ് ആണെങ്കിലും ഭയങ്കരമായിട്ട് നീറ്റാണല്ലോ കൂടുതൽ കുട്ടികൾ എഴുതുന്നത് എഞ്ചിനീയറിങ്ങിനേക്കാളും. അതതിൻ്റെ ഹൈപ്പ് കൊണ്ട് തന്നെയാണ്, കൂടുതൽ റെസ്പെക്റ്റബിൾ ഇതും ഒക്കെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ബെനിഫിഷ്യൽ സൈഡ്. ഒന്ന് ഫ്ലെക്സിബിലിറ്റിയും ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ, പിന്നെ കൂടുതൽ കിട്ടുന്ന റെസ്പെക്റ്റ്. ഇത്രയാണ് അതിൻ്റെ ബെനിഫിഷ്യൽ സൈഡ്. ഡിസഡ്വാൻറ്റേജ് ആണെങ്കിൽ കുറേ ഉണ്ട്. ഒന്നൊരു ലോങ് കരിയർ പാത്വേ ആണ്. ഒരുപാട് സമയമെടുക്കും ഒന്ന് നല്ലപോലെ എസ്റ്റാബ്ലിഷ് ആയിട്ട് വരാൻ. അതിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ പോലെ മെറ്റേണിറ്റി കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒന്ന് സ്റ്റോപ്പ് ആവുക, അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. പഠിക്കാൻ കുറേ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഒന്ന് റെഡിയായി വരാൻ കുറച്ച് സമയം എടുക്കും. പക്ഷെ ഒരു സ്റ്റേബിളായി കഴിഞ്ഞാൽ പിന്നെ ആക്ച്വലി ഈസിയറാണ്. വർഷം കൂടുന്തോറും മെഡിസിനിൽ നമ്മുടെ ഡിമാൻഡും നമ്മുടെ എന്താ പറയുക ഈസിനെസ്സും കൂടിക്കൂടി വരും. അതൊരു അഡ്വാൻറ്റേജ് ആണ്. പക്ഷെ എന്നാലും ഒരുപാട് സമയമെടുത്ത് എസ്റ്റാബ്ലിഷ് ഒക്കെ ചെയ്യാനും അതേപോലെ തന്നെ പണി കൂടുതലാണ് ഒബ്വിയസ്ലി. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രോസും കോൺസും ആയിട്ടുള്ളത്. മിക്കവാറും ആൾക്കാർ ഇപ്പോൾ +2 പഠിക്കുമ്പോൾ എല്ലാവരും പ്രോസേ കാണുന്നുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് എല്ലാവരും മെഡിസിൻ എടുക്കുന്നത്. അപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് സെഗ്മെന്റിലോട്ട് വരുമ്പോൾ ഇപ്പോൾ ഇതിൽ എഞ്ചിനീയറിംഗിലെ പെൺകുട്ടികൾ കൂടിയിട്ടുണ്ട്. പക്ഷേ ഒരു ഡിഗ്രി രംഗത്തുള്ള ഒരു വളർച്ച പോലും ആക്ച്വലി എന്തില്ല, എഞ്ചിനീയറിംഗിൽ ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു വളർച്ച കാണുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സർവേ കാണുന്നത്. മെഡിസിന് കമ്പയർ ചെയ്യുമ്പോൾ ഒരിക്കലും ഇല്ല. നമ്മൾ തന്നെ പഠിച്ചിരുന്ന എൻട്രൻസ് കോച്ചിങ് സെൻ്ററൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 20 നീറ്റ് ബാച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 എഞ്ചിനീയറിംഗ് ബാച്ച് ഇൻ ജനറലേ ഉണ്ടാവുള്ളൂ. അതിൽ തന്നെ പെൺകുട്ടികളുടെ എണ്ണം ആക്ച്വലി വളരെ കുറവായിരിക്കും. പണ്ടൊക്കെ നമുക്ക് ഒരുപാട് ഇങ്ങനെ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ജോബ്, ഇപ്പോൾ മെക്കാനിക്കലിനെ കുറിച്ചൊക്കെ അങ്ങനെ പറയുന്നുണ്ട്, മെക്കാനിക്കലൊന്നും പെൺകുട്ടികൾ പോവുകയില്ല. കാരണം ഒരു ഫിസിക്കൽ വർക്ക് എന്നുള്ളൊരു കൺസെപ്റ്റ്, ഭയങ്കരമായിട്ടൊരു ഫിസിക്കൽ ലേബർ ചെയ്യണം എന്നുള്ളൊരു കൺസെപ്റ്റ് ഒക്കെ അന്നുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ എഞ്ചിനീയറിംഗ് ആക്ച്വലി അങ്ങനെയൊന്നുമില്ല. പിന്നെ എന്തായിരിക്കും ഇതിന് ഒരു റീസൺ ആയിട്ട് തോന്നുന്നത്? ഇതിൽ ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഏർലി സ്റ്റേജ് തൊട്ട് പറയാം. ഇപ്പോൾ ചെറുതാകുന്ന സമയത്ത് ഇപ്പോൾ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ ബോയ്സിനും ഡോക്ടർ എന്ന് പറയുമ്പോൾ ഗേൾസിനും എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ ഏജിൽ അത് ഉണ്ടായിട്ടുണ്ടാവും. ഈവൻ എൻ്റെ ഏജിൽ അത് ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ ചെറുതാകുന്ന സമയത്ത് ഇപ്പോൾ ഡോക്ടർ എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെറുതാകുന്ന സമയത്ത് പറഞ്ഞു തുടങ്ങിയത്, ഡോക്ടർ ആവാം എന്നുള്ള രീതിയിൽ. പിന്നെ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഇപ്പൊ എൻ്റെ സിസ്റ്റർ നീറ്റ് ആ സമയത്ത് മെഡിസിൻ എഴുതിയിട്ട് ക്ലിയർ ആവാൻ പറ്റിയില്ല, കുറച്ച് അതായത് റാങ്ക് കുറഞ്ഞു വന്നു. അപ്പോൾ പിന്നെ സെക്കൻഡ് കിഡ് എന്നുള്ള രീതിയിൽ നമ്മൾ ആ സമയത്ത് തിങ്ക് ചെയ്യുന്ന ഒരു നല്ല എഞ്ചിനീയറിംഗ് കോളേജിൽ എത്തണമെങ്കിൽ ഇപ്പൊ തന്നെ ട്രൈ ചെയ്താലാണ് ഒരു ബെസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ എത്താൻ പറ്റുക. അപ്പൊ അങ്ങനെയാണ് ആ സമയത്താണ് ഒരു തോട്ട് ചേഞ്ച് സംഭവിക്കുന്നത്. അപ്പോൾ പാരന്റ്സ് തന്നെയാണ് ആദ്യം ആ ഒരു നമുക്ക് എഞ്ചിനീയർ ആണോ എന്നുള്ള ഒരു കാര്യം ആദ്യം തന്നെ നമുക്ക് തോട്ട് ഇൻജെക്ട് ചെയ്ത്. സോ അങ്ങനെ നമ്മളൊരു എഞ്ചിനീയറിംഗ് ഫീൽഡ് എന്ന് പറഞ്ഞ ആ ഒരു ഫീൽഡിലേക്ക് ജസ്റ്റ് ചേഞ്ച് ചെയ്തു. ജസ്റ്റ് ഒരു ചെറിയ പ്രായത്തിൽ തന്നെയാണ്, എന്നാലും ഏറ്റവും ചെറിയ പ്രായത്തിലല്ല, കുറച്ച് ചേഞ്ച് ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് പിന്നെ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് നമ്മളിപ്പോൾ പഠിക്കുന്ന സമയത്തും അങ്ങനെയായി മാറുന്നത്. പിന്നെ NIT-യിലെത്തി, പിന്നെ അത് കഴിഞ്ഞ് മാരീഡായി, അത് കഴിഞ്ഞ് പിന്നെയും പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പോൾ IIT-യിലും എത്താൻ പറ്റി. അങ്ങനെയാണ് എൻ്റെ ഒരു ജേർണി പോകുന്നത്. സോ ഈ ഒരു ജേർണി ഫുൾ ഇപ്പം എനിക്ക് ഉണ്ടായൊരു തോട്ട് എന്ന് വെച്ചാൽ, നമ്മൾ എത്രയൊക്കെ ഇങ്ങനെ പറഞ്ഞാലും നമ്മൾ ആദ്യം ഇൻജെക്ട് ചെയ്യുന്ന ഒരു കാര്യം നമ്മളിലേക്ക് എന്തായാലും ഉണ്ടാവും. സോ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. പിന്നെ രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ അധികം ആൾക്കാർ ഗേൾസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കൊരു റോൾ മോഡൽ എന്ന് പറയാൻ ആരും ഇല്ല. അപ്പോൾ അങ്ങനെ ഒരാൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ എക്സാമ്പിളായിട്ട് കാണുമ്പോഴാണ് നമുക്കും അങ്ങനെ ആവാനുള്ള ഒരു കൂടുതൽ ഒരു ഇത് വരുന്നത്. എനിക്കൊന്ന് മെഡിസിനിൽ ഒരു പെർട്ടിക്കുലർ ഗോൾ വെക്കാൻ ഈവൻ കോമൺ പബ്ലിക്കിനും പോസിബിൾ ആണ്. ഇപ്പോൾ ഒരു 5ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടീനെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് ചിലപ്പോൾ പറയാൻ പറ്റും ഞാൻ ന്യൂറോ സർജൻ ആവണം, അല്ലെങ്കിൽ കാർഡിയോതൊറാസിക് സർജൻ. അതാണ് ആ ഒരു അവയർനെസ് ഉണ്ട്. അതൊന്നും ആയില്ലെങ്കിലും. പക്ഷെ എഞ്ചിനീയറിംഗിൽ അങ്ങനെ ഒരു ജോബ് ടൈറ്റിൽ അങ്ങനത്തെ കാര്യങ്ങളോ അങ്ങനത്തെ അവയർനെസ്സുകളോ ആർക്കും ഇല്ല. ഇപ്പൊ ഇലക്ട്രിക്കലോ മെക്കാനിക്കലോ തമ്മിൽ ഇപ്പം എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല. അപ്പൊ ആ ഒരു കോമൺ ഇതിൽ പബ്ലിക്കിന് ആ ഒരു സാധനം ഇല്ല.
അപ്പോൾ അത് ചിലപ്പോൾ ഒന്നുകൂടെ അവയർനെസ് ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ ഈ ജോലി ഇങ്ങനെയാണ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പോയാൽ എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഒരു അപ്പൊ ഇതില് ഇന്നത്തെ കാലത്ത് ആക്ച്വലി IITസിലും NITസിലൊക്കെ അടക്കം ഒരു നല്ല സ്ഥാപനങ്ങളിൽ 20% സൂപ്പർ ന്യൂമറി റിസർവേഷൻ ഗേൾസിനുണ്ട്. ഇത് ഭൂരിഭാഗം ആൾക്കാർക്കും അറിയില്ല എന്നുള്ളതാണ്. റൈറ്റ്, അത് ഒന്ന് പറയൂ. നമ്മൾ ഇപ്പോൾ ഗേൾസിൻ്റെ നമ്മൾ കാണുന്ന പോലെ തന്നെ ഗേൾസിൻ്റെ നമ്പർ പൊതുവെ IITകളിലും NITകളിലൊക്കെ കുറവായിരുന്നു. അപ്പോൾ ഗവൺമെൻറ് തന്നെ ആ ഒരു പെർസെൻറ്റേജ് ഇപ്പോൾ ഗേൾസിൻ്റെ റെപ്രസെൻറ്റേഷൻ, ജെൻഡർ റെപ്രസെൻറ്റേഷനിൽ ഗേൾസിൻ്റെ റെപ്രസെൻറ്റേഷൻ കൂട്ടണം എന്ന് വിചാരിച്ച് ഒരു 20% സീറ്റ് ഗേൾസിന് മാത്രമായിട്ട് എക്സ്ട്രാ ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് ബോയ്സിൻ്റെ റിസർവേഷനൊന്നും ബാധിക്കാതെ തന്നെ ഗേൾസിന് എക്സ്ട്രാ സീറ്റ് ക്രിയേറ്റ് ചെയ്യണം. സോ അത് 2018 അത് വരുന്നത്. സോ അതിനുശേഷം ഗേൾസിന്റെ നമ്പർ കൂടിയിട്ടുണ്ട്, പക്ഷെ അത് ഗ്രാജുവലി വരുന്നേ ഉള്ളൂ. കാരണം കൂടുതൽ അവയർനെസ് ഇല്ല, ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയുന്നില്ല. അപ്പോൾ ആക്ച്വലി പറയുകയാണെങ്കിൽ ഇപ്പോൾ IIT NIT പോലുള്ള സ്ഥാപനങ്ങളിൽ ഗേൾസിന് പോലത്തെ എക്സാമിന് ഒരു 20 മാർക്ക് കുറച്ച് വാങ്ങിയാൽ മതി ആക്ച്വലി ഫസ്റ്റ് ലെവൽ അഡ്മിഷൻ ഒരു ഓപ്പർച്യൂണിറ്റി കുറച്ചുകൂടി ഈസിയർ ആണ്, കൂടുതലാണ് ആസ് ഓഫ് നൗ എന്നുള്ളതാണ്. മേ ബി അത് കൂടുതൽ കോമ്പറ്റീഷൻ വരുമ്പോൾ അതിലും ഡിഫറൻസ് വന്നേക്കാം. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും അടുത്തൊരു ചോദ്യം വരുന്നത്, ഇങ്ങനെ കുറേ കുട്ടികൾ ഡിഗ്രിക്ക് പോകുന്നുണ്ട്, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പോകുന്നുണ്ട്, ഇവരൊക്കെ എംപ്ലോയബിൾ ആണോ, അതോ അതല്ല ഈ ഒരു പഠിച്ചു വരുന്ന കുട്ടികൾ നമുക്ക് എവിടെയെങ്കിലും മിസ്സായി പോകുന്നുണ്ടോ? എന്താണ് ഒരു ഒബ്സർവേഷൻ? എനിക്കറിയില്ല. അപ്പം ഞാനൊരു മില്ലേനിയൽ കിഡാണ്, 90s കിഡ്. ആ ഒരു വൈബിലാണ് പോകുന്നതെന്ന് ചിലപ്പോൾ വിചാരിക്കാം. പക്ഷേ ആസ് സമ്മൺ ടീച്ചിങ് ഈ പറയുന്ന ജെൻസീനെയൊക്കെ പഠിപ്പിക്കുന്നത് കൊണ്ട് എനിക്ക് തോന്നിയത് ഒരു ക്ലാരിറ്റി പ്രശ്നമുണ്ട്. അതായത് നമ്മളാണെങ്കിലും ഓവർ ദ കോഴ്സ് ഓഫ് ടൈം നമുക്കൊക്കെ ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആവുന്ന, അതായത് ഇപ്പം നേരത്തെ പറഞ്ഞ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ വേറൊരു രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് 15 മിനിറ്റ് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇത് വളരെ ഒരു 18-19 വയസ്സ് തൊട്ടേ ഭയങ്കരമായിട്ട് കാണുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഡിസ്കഷൻസ് പെൺകുട്ടികളെ കുറിച്ചിട്ടാകുമ്പോൾ ഒരു റീൽ കൾച്ചറൊക്കെ ഇവിടെ ഭയങ്കര, അതായത് വൈബാവുക അത്രത്തോളം ടു ദ ലെവൽ ദാറ്റ് ഇത് പിയർ പ്രഷർ താങ്ങാൻ പറ്റില്ല. അപ്പം ഞാൻ ഒരുപാട് പെൺകുട്ടികളോട് നമ്മൾ സംസാരിക്കുന്നതാണ് ഇതും അല്ലാതെയൊക്കെ. ഈ ഒരു ഫാഷനിസ്റ്റ റീൽ കൾച്ചറിൻ്റെ പുറകെ പോവുക, എന്നാൽ ഇത് സൈഡായിട്ട് കൊണ്ടുപോവുക. ഒരു ക്ലാസ്സിലെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പം നമ്മളൊരു അവർ കഴിഞ്ഞ് പുറത്തു പോകുമ്പം ഒരു റീൽ എടുക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മളിങ്ങനെ പറയും ഇതിങ്ങനെയല്ല, ദിസ് ഇസ് ഹൗ യു ഷുഡ് ഡു ഇറ്റ്, ഇതൊക്കെ അത്. അപ്പം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഓർ വാട്ട് എവർ നമ്മളിപ്പോൾ ഈ സൂപ്പർ ടെക്നോളജീസ് എന്നൊക്കെ പറയുമ്പോഴും ഇവരിതിനെ ഉപയോഗിക്കുന്നത് ഒരു പോപ്പുലർ കൾച്ചറിൻ്റെ ഭാഗമായിട്ടും ഒരു വൈബിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പം ഇത് നിലനിൽക്കുന്നുണ്ട്, വേർ സ്റ്റുഡൻസ് ലാക്ക് ക്ലാരിറ്റി. അപ്പം പെൺകുട്ടികളുടെ കാര്യം പറയുമ്പോൾ നമ്മൾ അവെയറല്ല, നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ അഫർമേറ്റീവ് പോളിസീസ്, സ്കോളർഷിപ്സ്, ഫണ്ടിങ്, ഇതൊക്കെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, പോസ്റ്റ് ഡോക്ടറൽ ഓപ്പർച്യൂണിറ്റീസ് സ്ത്രീകൾക്ക് ഫണ്ടിങ് ഉണ്ടെന്നുള്ളത് നമ്മുടെ നാട്ടിൽ എത്ര പേര് അവെയർ ആണെന്നുള്ളൊരു കാര്യം ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് മേ ബി സം കൈൻഡ് ഓഫ് ജെൻഡർ സെൻസിറ്റൈസേഷൻ ഈ പെൺകുട്ടികൾക്ക് മാത്രം കൊടുക്കേണ്ടിയിരിക്കുമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ബിക്കോസ് ലോട്ട് ഓഫ് സീറ്റ്സ് ഇതിങ്ങനെ വെറുതെ കിടക്കും, ഫണ്ട് ലാപ്സായി പോവുക. ഇത് ആക്ച്വലി ഞാൻ കണ്ടിട്ടുണ്ട്, ലൈക്ക് ഇത് ക്ലെയിം ചെയ്യാതെ ഇരിക്കാം. അപ്പം എനിക്കൊന്ന് ഡിഗ്രി സമയത്ത് തൊട്ടേ ഈ ഒരു ക്ലാരിറ്റി ഫിക്സേഷൻ മേ ബി സ്ത്രീകൾ ഇത്രത്തോളം റെപ്രസെൻറ്റേഷൻ സാധ്യമാകുമ്പോൾ തന്നെ ഇതിന് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ നർച്ചർ ചെയ്ത് വരണം. അപ്പൊ ആ ഒരു ക്ലാരിറ്റി ഇനിയും അതിൽ തന്നെ ഒരു ഡിഗ്രിക്ക് പോകുന്നുണ്ട്, പക്ഷെ റൈറ്റ് സ്ഥലങ്ങളിലാണോ പോകുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യനും അതൊരു വലിയ പ്രശ്നമാണ്. അതായത് ഇപ്പം ഞാൻ PG ചെയ്തത് ഡൽഹിയിലായിരുന്നു. അപ്പം അവിടെയും ഈ രീതിയിൽ ഇത്ര പെർസെൻറ്റേജ് റിസർവേഷൻ ഉണ്ടായിരുന്നു സ്ത്രീകൾക്ക്. അപ്പോൾ അവിടുന്ന് ആൾക്കാർ ഇന്റേൺഷിപ്സിനൊക്കെ ആയിട്ട് പോകുന്ന യൂണിസെഫിലൊക്കെയാണ്, ഇപ്പോൾ ഡൽഹിയുടെ യൂണിസെഫ് ഓഫീസ്. അപ്പോൾ അവിടെയാണ് ഇന്റേൺഷിപ്പിന്. അപ്പോൾ നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ് ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. ദ കൈൻഡ് ഓഫ് പീപ്പിൾ യു ഇന്ററാക്ട് വിത്ത്, നെറ്റ്വർക്കിംഗ് എത്രത്തോളം സാധ്യമാണ്. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന ബൗണ്ടറീസിനുള്ളിൽ തന്നെ നിന്നുകൊണ്ട് ഈ നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കുക എന്നുള്ളതും കുറച്ചുകൂടി എക്സ്പോഷർ നമുക്ക് ലഭിക്കും, നല്ല സ്ഥാപനങ്ങളിലോട്ട് പോകുന്നത്. അമീനൊക്കെ അതിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ട്? ഒരു ജിപ്മറിൽ പോയ ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഒരു ഹൗ മച്ച് ഡിഫറൻസ് ഇറ്റ് മേക്സ് എന്നുള്ളത്. എനിക്ക് ലൈഫ് കുറച്ചും കൂടെ ഭയങ്കര ഈസിയർ ആയിരുന്നു. എന്നുവെച്ചാൽ ഇപ്പോൾ അജ്മലിൻ്റെ വീഡിയോയിലാണെങ്കിലും കുറേ ഇങ്ങനെ പറയുമല്ലോ മെഡിസിൻ ഭയങ്കര ഡിഫിക്കൽട്ട് കരിയർ പാത്ത് വേണം അങ്ങനെ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചുകൊണ്ട് ഭയങ്കര ഈസി ആയിട്ടാണ് എനിക്ക്. നമുക്ക് ഒരു കോൺസെപ്റ്റ് എന്താ വെച്ചാൽ പെട്ടെന്ന് PG കംപ്ലീറ്റ് ചെയ്യുക,
പെട്ടെന്ന് പഠിക്കാനിരിക്കുക എന്നുള്ളതാണ്. നാട്ടിലെ പിള്ളേർ അതേസമയം കുറച്ചും കൂടെ എന്താ പറയുക വർക്ക് ചെയ്തിട്ട് ചെയ്യുക അങ്ങനെയൊക്കെ ഒരു കോൺസെപ്റ്റ് നാട്ടിലുണ്ട്. നമ്മൾ പിന്നെ ഒരു ഭയങ്കര ഹൈലി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ കൂടെ ആയതുകൊണ്ട് അവർ ചെയ്യുന്ന പോലെ നമ്മളിങ്ങനെ ചെയ്തു പോകും എന്നുള്ള ഒരു ഇതുണ്ട്. പിന്നെ വേറെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് പി ജിക്ക് റിസർവേഷൻ ഉണ്ട്. എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭയങ്കര ബെനിഫിറ്റ് ആയത് അതാണ്. സാധാരണ ഒരാൾ പി ജിക്ക് പഠിക്കുന്ന അത്രയും കഷ്ടപ്പെട്ട് ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ വളരെ കൂളായിട്ടാണ് പഠിച്ചത്. കുറച്ച് നേരം പഠിക്കും, കുറച്ച് നേരം കിടന്നുറങ്ങും, അങ്ങനത്തെ ഒരു രീതിയിലാണ് ഞാൻ പഠിച്ചത്. എന്നിട്ടും എനിക്ക് വേണ്ട സ്പെഷ്യാലിറ്റി എനിക്ക് ഈസി ആയിട്ട് കിട്ടി. അപ്പോൾ പി ജി റിസർവേഷൻ എന്നുള്ളത് ഭയങ്കര ബെനിഫിഷ്യലാണ്. പിന്നെ ഒരു സ്പൂൺ ഫീഡിങ് സിസ്റ്റം നിലവിലുണ്ട് എനിക്ക് തോന്നുന്നത് അക്കാഡമിക്സ് വൈസ് ഭയങ്കരമായിട്ട്. ഇപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ പി ജി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ലാസ്റ്റ് 6 മന്ത് നമ്മൾ 3 വർഷമാണ് പി ജി, 2.5 കൊല്ലം നമ്മളൊന്നും പഠിക്കില്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക ഞാൻ അനസ്തീഷ്യയാണ് പഠിച്ചത്. അപ്പോൾ ഓട്ടിയിലൊക്കെ പോകും, വെറുതെ ഇങ്ങനെ നിൽക്കും, കുറേ ജൂനിയേഴ്സിൻ്റെ കൂടെ ചില്ല് ചെയ്യാൻ പോകും, വൈകുന്നേരം ആകുമ്പോൾ കുറേ ബീച്ചിൽ പോകും, അങ്ങനെയൊക്കെയാണ്. ഒരു 2.5 കൊല്ലം കഴിയുമ്പോൾ ഒരു 6 മന്തിലേക്ക് നമ്മൾ എത്തിക്കഴിയുമ്പോൾ ഇവരെ ടോണങ്ങ് മാറ്റും. മൊത്തത്തിൽ നമുക്ക് എവറി 2 വീക്സ് നമുക്ക് എക്സാംസ് ഉണ്ടായിരിക്കും. അതിൽ നമ്മൾ ഓരോ പോർഷനായിട്ട് അങ്ങനെ കവർ ചെയ്ത് പോകും. അതിൻ്റെ ഇടയിൽ തീസിസ് ഉണ്ടാവും, അതിൻ്റെ ഇടയിൽ കേസ് പ്രസൻറ്റേഷൻ ഉണ്ടാവും. ആ 6 മന്ത് നമുക്ക് ഒരു റെസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ ഒരു എന്താ പറയുക റെസ്റ്റ് ഉണ്ടാവില്ല പറഞ്ഞാൽ ഇപ്പോൾ നെക്സ്റ്റ് 2 വീക്സിലൊരു എക്സാം ഉണ്ടെങ്കിൽ 1 വീക്ക് ഞാൻ പഠിക്കും, അത് കഴിഞ്ഞ് അടുത്ത 1 വീക്ക് റെസ്റ്റ് എടുക്കും, അടുത്ത 1 വീക്ക് പഠിക്കും, അങ്ങനെ ഒരു 5 മന്ത് കഴിയുമ്പോഴത്തേനും ടോപ്പിക്ക് ഫുള്ള് കവറാവും, ഒരു ഫുൾ ഇത് കവറാവും. അത് കഴിഞ്ഞിട്ട് ഇവരൊരു എക്സാം കൂടെ നടത്തും. ഈ നടത്തുന്ന എല്ലാ എക്സാമിനും ഇവർ പേപ്പർ നമുക്ക് ഫീഡ്ബാക്ക് തരും ഇൻഡിവിജ്വലായിട്ട്. ഞങ്ങളിപ്പോൾ 8 പേരായിരുന്നു. അപ്പോൾ ഓരോരുത്തരെ വിളിച്ചിട്ട് പേപ്പറിൽ ഇങ്ങനെയല്ല എഴുതേണ്ടത്, ഇത് തെറ്റാണ് എന്ന് പറഞ്ഞ് ഇൻഡിവിജ്വൽ ഫീഡ്ബാക്ക് തരും. എന്നിട്ട് നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു മോഡൽ എക്സാം പോലെ മൊത്തം ടോപ്പിക്ക് കവർ ചെയ്തിട്ട് ഒരെണ്ണം എഴുതും. അത് കഴിഞ്ഞ് നമുക്കൊരു 2 വീക്സ് ബ്രേക്ക് കിട്ടും. ആ 2 വീക്സ് നമ്മൾ ഫുള്ള് ഫ്രീ ആയിട്ട് വീട്ടിലിരിക്കും, പഠിക്കും, എക്സാം കൊടുക്കും. ആ എക്സാം പേപ്പർ ആക്ച്വലി എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ആക്ച്വലി ആ ആൻസറൊക്കെ എഴുതിയത് ആക്ച്വലി സ്പൈനൽ റിഫ്ലെക്സ് പോലെയാണ്. ജസ്റ്റ് ക്വസ്റ്റ്യൻ കാണുന്നു, ഓക്കെ ഇതാണ് ഹെഡിങ്സ്, പടപടപടെ 10 മിനിറ്റിൽ എഴുതണം, 10 മിനിറ്റിൽ എഴുതി. അല്ലാണ്ട് ഞാൻ ഈ ബുദ്ധിയിൽ നിന്ന് ഓർത്തെടുത്ത് അങ്ങനെയൊന്നും എഴുതേണ്ട പോലും വന്നിട്ടില്ല. അത്രയും ഭയങ്കര ഒരു പ്രോസസ്സ് ഭയങ്കര ഈസിയാണ്. ഒരു സ്പൂൺ ഫീഡിങ് സിസ്റ്റം ഭയങ്കരമായിട്ട് നിലവിലുണ്ട്. അപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എനിക്കത്ര മെഡിസിനിൽ അങ്ങനെ പാഷനുള്ള ഒരാളൊന്നുമല്ല. അപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സിസ്റ്റം നിലനിൽക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഭയങ്കര ഈസിയർ ആയിട്ട്. ഇവൻ നമ്മളിപ്പോൾ അവിടെയുള്ള വർക്ക് കൾച്ചർ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു കാലിക്കറ്റ് മെഡിക്കൽ കോളേജൊക്കെ ഒരു 36 hours കണ്ടിന്യൂസ് ഡ്യൂട്ടി. അത് ഡിപ്പെൻസ് ഓൺ ദി ഡിപ്പാർട്ട്മെന്റ് ആണ്. യൂഷ്വലി 36 hours ഉള്ള ഡിപ്പാർട്ട്മെന്റ്സ് ജിപ്മറിലുണ്ട്. പക്ഷെ ഞാൻ ചൂസ് ചെയ്തത് അനസ്തീഷ്യയാണ്. എനിക്ക് പോസ്റ്റ് ഡ്യൂട്ടി ഓഫ് ഉണ്ടായിരുന്നു. എവറി 5th ഡേ ഡ്യൂട്ടി ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഓഫ് ഉണ്ടായിരുന്നു. എൻ്റെ നല്ല ബാലൻസ്ഡ് ഇതുള്ള ഞാനത് അങ്ങനെ നോക്കി ചൂസ് ചെയ്തതാണ്. പക്ഷെ അല്ലാത്ത ഡിപ്പാർട്ട്മെന്റ്സ് ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ ശരിക്ക് ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ എനിക്ക് ഇത്രത്തോളം പാഷൻ ഇല്ലാഞ്ഞിട്ടും ഇത്രയും ഇഫേർട്ട് ഇടാതെ ഒരു ലെവലിൽ അങ്ങനെ പോകാൻ സാധിച്ചു എന്നുള്ളത് അത് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ട് മാത്രമാണ്. മെഡിസിനിൽ യൂഷ്വലി എല്ലാവരും ഭയങ്കര പാഷനേറ്റ് ആയിരിക്കും, ഭയങ്കര പഠിക്കുന്ന ആൾക്കാരായിരിക്കും, മോസ്റ്റ്ലി നേഴ്സ് ആയിരിക്കും. അപ്പം അവരോടൊക്കെ നാട്ടിൽ വരുമ്പോൾ ഇങ്ങനത്തെ ആൾക്കാരാണല്ലോ നമ്മൾ പിന്നെ കാണുന്നത്. അവരോടൊക്കെ കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ ഭയങ്കരമായിട്ട് നമുക്ക് സാധിച്ചതുകൊണ്ടാണ്. പിന്നെ ഉള്ളത് റിസോഴ്സ്ഫുൾ ആണ് ഭയങ്കര. ഇപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ 1.5 കൊല്ലം മിംസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇപ്പോൾ നമുക്കൊരു പേഷ്യൻറ്റ് ഇപ്പോൾ ഒരു കാർഡിയാക് ഔട്ട്പുട്ട് മോണിറ്റർ അല്ലെങ്കിൽ ഒരു പൾമണറി ആർട്ടറി കത്തീറ്റർ എന്നൊക്കെ പറഞ്ഞൊരു സാധനം കണക്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. അത് പിന്നെ കമ്പയർ ചെയ്യാൻ പാടില്ല കേട്ടോ. കാരണം ഒന്ന് കോർപ്പറേറ്റ് ആണ്, പേഷ്യൻ്റ് പേ ചെയ്യുന്ന സ്ഥലമാണ്. മറ്റേത് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫണ്ടഡ്, ഹെവിലി ഫണ്ടഡ് സ്ഥലമാണ്. അപ്പോൾ നമുക്ക് കുറേ പ്രൊസീജിയർ ഉണ്ട് അത് എടുക്കാനും ഇത് ചെയ്യാനും ഒക്കെ. അപ്പോൾ മിക്കവാറും ആൾക്കാർ അങ്ങനത്തെ സാധനങ്ങളൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പഠിച്ച ആൾക്കാരാണ്. ഇപ്പോൾ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഞാൻ ICUവിൽ പോയിട്ട് എൻ്റെ സീനിയറിൻ്റെ അടുത്ത് മാം ഇത് വായിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല, കാർഡിയാക് ഔട്ട്പുട്ട് മോണിറ്റർ എന്തെങ്കിലും എന്താ പറയുക പറഞ്ഞു തരാൻ പറ്റുമോ ചോദിച്ചാൽ മാഡം പറയും ആ പേഷ്യൻറ്റ് വേണമെങ്കിൽ കണക്ട് ചെയ്തിട്ട് നീ പഠിച്ചോ, കുഴപ്പമില്ല. അപ്പോൾ അത്രയും റിസോഴ്സ്ഫുള്ളാണ്. റിസോഴ്സ് ആക്ച്വലി ഭയങ്കരമായിട്ട് ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്ത് ഇങ്ങനെ ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം അത്രയും റിസോഴ്സസ് വേറെ എവിടെയും നമുക്ക് കിട്ടൂല. അതാണ് എനിക്ക് പിന്നെ ഒരു സെക്കൻഡ് അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത്. പിന്നെ പാത്വേ ഭയങ്കര ഈസിയാണ്. UG കഴിയുന്നു, നമുക്ക് റിസർവേഷൻ ഉണ്ട്, ഈസി ആയിട്ട് PG കിട്ടുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചൊരു ബ്രാൻഡ് വാല്യൂ കൂടെ കിട്ടുന്നു. അത് വെച്ചിട്ട് നമ്മൾ നാവിഗേറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഇത് ഇപ്പം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സെറ്റപ്പിലാണെങ്കിലും മിംസിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സെറ്റപ്പിൽ
എൻ്റെ സെയിം ലെവലിൽ നിൽക്കുന്ന ആൾക്കാർ എന്നേക്കാൾ ഒരു 2 ഇയർ ഓൾഡർ ആയിരുന്നു. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് എനിക്ക് കിട്ടിയത് ആക്ച്വലി കുറച്ചുകൂടെ ഫാസ്റ്ററായിട്ട് മൂവ് ചെയ്യാൻ പറ്റിയത് ഇതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് ഈ ഡിസ്കഷനോട് എൻ്റെ നമ്മൾ ഒരുപാട് കാര്യങ്ങളോട് പോയി. പക്ഷേ ഒരു കോമൺ തീമായിട്ട് വന്നത് ഇനിയും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആക്ച്വലി അൺഎക്സ്പ്ലോർഡ് ആയിട്ട് നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏത് ഫീൽഡിലോട്ട് വരികയാണെങ്കിലും മെഡിസിനിൽ വരുമ്പോൾ ഒരു ഹൈ പീക്കിൽ ഒരുപാട് ആൾക്കാർ മെഡിസിനിലോട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും ഒരു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലോട്ട് പോവുക എന്നുള്ളൊരു ശീലത്തിലോട്ട് നമ്മൾ ഇപ്പോഴും എത്തുന്നുള്ളൂ. ഇപ്പോൾ ഒരുപാട് 20-ലധികം എയിംസുകളെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ജിപ്മർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ റിസർച്ചിന് പോകുന്നിടത്ത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതായിട്ട് പറഞ്ഞു. CUET പോലത്തെ എക്സാംസ്, മറ്റ് കാര്യങ്ങൾ. അതോടൊപ്പം ഇനി അങ്ങനെയൊക്കെ പോയാലും നമ്മുടെ പോയാലും പോയില്ലെങ്കിലും നമ്മൾ ഉന്നത വിദ്യാഭ്യാസത്തിന് എത്തുമ്പോൾ നമ്മൾ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് നമ്മൾ എംപ്ലോയബിൾ ആവുക എന്നുള്ള പോയിന്റ് ഡോക്ടർ സിമി ആഡ് ചെയ്തു. അതോടൊപ്പം തന്നെ ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റെം ഏരിയയിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളതും, പണ്ടത്തെ ആ സ്റ്റീരിയോ ടൈപ്പുകളെ അല്ലെങ്കിൽ നമ്മുടെ ഒരു നെർച്ചറിങ്ങിൽ ഉണ്ടാകുന്ന സ്റ്റീരിയോ ടൈപ്പുകളെ ബ്രേക്ക് ചെയ്ത് നമുക്ക് അവിടേക്ക് വരാവുന്നതാണ്. അതിന് ഇന്ന് ഇത്തരത്തിലുള്ളൊരു അഫർമേറ്റീവ് ആക്ഷൻസ് 20% സൂപ്പർ ന്യൂമറി സീഡ്സ് ഗേൾസിന് പ്രൊവൈഡ് ചെയ്യുന്നതടക്കം IITസിനും NITസിനും ഉണ്ട് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് മനസ്സിലാക്കി. സോ താങ്ക്സ് ഫോർ ജോയിനിങ് ഫോർ ദ ഡിസ്കഷൻ. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.